നമസ്കാരം. അപ്പോൾ ഇത് കൊക്കക്കോളയാണ്. അപ്പോൾ എത്ര പേർക്കറിയാം കൊക്കക്കോളയ്ക്ക് ഈ പേര് വന്നത് എങ്ങനെയാണെന്ന്? ഓക്കെ. സോ കൊക്കക്കോളയ്ക്ക് ഈ ഒരു പേര് വന്നത് അതിൻ്റെ കൊക്ക ലീഫ്, ഇതിൻ്റെ ഫസ്റ്റ് സിറപ്പ് ഉണ്ടാക്കിയത്, അതിൻ്റെ സിന്തസിസ് ചെയ്ത ഡോക്ടർ ജോസഫ് എന്ന് പറയുന്ന ആൾ ഒരു ഫാർമസിസ്റ്റാണ്. ആൾ കൊക്ക ലീഫിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റും പിന്നെ കോള എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സിറപ്പിൽ ഈ രണ്ട് സാധനങ്ങളും ഉണ്ടായിരുന്നു, കൊക്കൈനും കഫീനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ, ഈ മിസ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ബാൻ ചെയ്തത് എന്നാണ്. സോ ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത്? ഈ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ MDMA അല്ലെങ്കിൽ കൊക്കെയിൻ, ഹെറോയിൻ എന്നിങ്ങനെയുള്ള സാധനങ്ങളുടെ പേരായിരിക്കും നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ ഓടി വരിക. പക്ഷേ ഇതിന് മാത്രമാണോ നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുക? അല്ല. ഏതൊരു കെമിക്കൽ സബ്സ്റ്റൻസും നമ്മളുടെ ശരീരത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന് നമ്മുടെ ബോഡിയിൽ അൾട്ടർ ചെയ്യാൻ, ഒരു ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി അൾട്ടർ ചെയ്യാനുള്ള ഒരു ബയോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ കെമിക്കൽ സബ്സ്റ്റൻസുകളെ എല്ലാം നമ്മൾ ഡ്രഗ്സ് എന്ന് തന്നെയാണ് പറയുക. ഇതൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. കോമൺ ആയിട്ട് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസിന് യൂസ് ചെയ്യുന്ന പേരാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇതൊരു മെഡിസിൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആവാം. എല്ലാ ഡ്രഗ്സും മെഡിസിൻ ആവണമെന്ന് നിർബന്ധമല്ല, പക്ഷേ എല്ലാ മെഡിസിൻസും ഡ്രഗ്സ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഫാർമസി പോയിട്ട് നിങ്ങൾക്കൊരു പനിക്കോ ജലദോഷത്തിന് ഒരു മരുന്ന് വാങ്ങുകയാണെങ്കിൽ അതും ഒരു ഡ്രഗാണ്. ഒരു പാരസെറ്റമോളോ മെറ്റ്ഫോമിനോ അതും ഒരു ഡ്രഗ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ മരുന്നല്ലാത്തത്, ഇപ്പോൾ MDMA നമ്മൾ എടുക്കുകയാണെങ്കിൽ MDMA ഒരു മെഡിസിനൽ പ്രോപ്പർട്ടിക്കും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അതൊരു ഡ്രഗ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ അതിന് നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കൽ എഫക്റ്റ്, അതിനൊരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അപ്പം നമ്മൾ ഈ ഡ്രഗ്സിനെയൊക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഇതൊരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് സാധനങ്ങൾ, കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സിമിലർ കെമിക്കൽ സ്ട്രക്ചേഴ്സ്, ഒരേപോലെയുള്ള കെമിക്കൽ സ്ട്രക്ചർ ഉള്ള സാധനങ്ങളെ, അതേപോലെ സെയിം മെക്കാനിസം ഓഫ് ആക്ഷൻ, ഏത് രീതിയിലാണ് ഈ ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുക, എവിടെയാണ് ഇത് ആക്ട് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ഈ ഡ്രഗ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യും. അതേപോലെ അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ, അതായത് എന്താണ് അതിൻ്റെ ആക്ഷൻ, ആ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ്. ഇപ്പോൾ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു പാരസെറ്റമോൾ ആണെങ്കിൽ അതിൽ അസെറ്റമിനോഫെൻ എന്ന് പറയുന്ന സാധനമാണ് അതിലെ ഡ്രഗ് സബ്സ്റ്റൻസ്. അതാണ് അതിൽ പൊട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ആ അസെറ്റമിനോഫെൻ ആണ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ കാരണമാവുന്ന സാധനം. അപ്പോൾ അത് ഡ്രഗ് സബ്സ്റ്റൻസും അത് ഏത് ഫോമിലാണ് നിങ്ങൾ എടുക്കുന്നത്, ടാബ്ലറ്റ് ആണോ, ഇഞ്ചക്ഷൻ ആണോ, സസ്പെൻഷൻ ആണോ, അപ്പോൾ അതിനാണ് നമ്മൾ ഡ്രഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡയബറ്റിക് എഫക്റ്റ് ഉള്ളതാണ്, ആൻറ്റി ഡയബറ്റിക് ആണോ, അതിൽ ഷുഗർ ലെവൽ കുറയ്ക്കുകയോ ഇൻഫ്ലമേറ്ററി കൊടുക്കുകയോ അങ്ങനെയുള്ള ഇതും വെച്ചിട്ട് നമ്മൾ ഡ്രഗ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഏത് ക്ലാസിഫിക്കേഷനിലാണ് ഈ പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന കൊക്കൈനും MDMAയും ഈ വക സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്? ആ ക്ലാസിഫിക്കേഷനാണ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ്. ഈ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയുന്നതും ഒരു ബ്രോഡർ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ ലീഗലായിട്ടുള്ള സാധനങ്ങളും ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളും അതേപോലെ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസസ് ദാറ്റ് അഫക്റ്റ് ദ ഫങ്ഷൻ ഓഫ് സെൻട്രൽ, അത് നമ്മുടെ CNS ആയിട്ട്, നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ഒരു പെർസെപ്ഷൻ, നമ്മുടെ ബോധത്തിനെയും നമ്മുടെ മൂഡ്, കോൺഷ്യസ്നെസ്, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഡ്രഗ് സബ്സ്റ്റൻസുകളാണ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സിൽ. അതിനെയാണ് നമ്മൾ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുണ്ട്. ഇതിലൊരു മെഡിസിൻസും ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റിമുലൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതേപോലെ ഡിപ്രസൻ്റ് നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉള്ളതും. പിന്നെയുള്ളത് ഹാലൂസിനോജൻസ്, നമുക്കൊരു ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുക. ഈ ഒരു 3 ക്ലാസിഫിക്കേഷനുള്ള സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോൾ തൊട്ടാണ് ഈ ഡ്രഗ്സൊക്കെ ഒരു എൻജോയ്മെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ തെളിവുകളുണ്ട്. ഒരു ബാക്ക് ടു ആൻഷ്യൻ ടൈംസിലിരുന്ന ഒരു 10,000-15,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ കഞ്ചാവ്, പോപ്പി പ്ലാന്റ്, ഇതൊരു കാക്ടസ് ആണ്. കാക്ടസ്, പിന്നെ
മഷ്റൂം ഉണ്ട്, അതേപോലെ കൊക്കലൈഫ് ഇപ്പോൾ പറഞ്ഞ പോലെ മരിയാന. ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലം തൊട്ടേ, അത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ആൾക്കാർ നമ്മുടെ പൂർവ്വ തലമുറ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മോർഫിനും ബാക്കിയുള്ള ഹെറോയിനും മെത്താംഫിറ്റമിനും ഒക്കെ, ഇതൊക്കെ ഒരു 19th സെഞ്ച്വറി ആ ഒരു സമയത്താണ് കൂടുതൽ വരാൻ തുടങ്ങിയത്. അത് ഒരു ഐസൊലേഷൻ, നമ്മൾ മോർഫിനെ ഒപ്യത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ആണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു മോർഫിൻ എന്ന് പറയുന്നത് ഈ World War II പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ഡ്രഗാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറി. ഓരോ രാജ്യത്തും ഈ ഡ്രഗ്സിനെ കൺട്രോൾ ചെയ്യുന്ന ലോസും റെഗുലേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ നമ്മൾ എല്ലാ ഡ്രഗ്സും DNC ആക്ട് 1945 ആൻഡ് 1945 റൂൾസിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ മാനുഫാക്ചറിങ്, സെയിൽ, വിൽപ്പന ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് NDPS ആക്ട് 1985 പിന്നെ ഈ ഒരു ഷെഡ്യൂൾ, ഇപ്പോൾ ഓരോ ഡ്രഗിനും അത് ആക്ട് ചെയ്യുന്ന രീതിയും അത് എത്രത്തോളം അഡിക്റ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് ഉള്ള ഒരു കാൽക്കുലേഷനിൽ ക്ലാസിഫൈ ചെയ്ത ലിസ്റ്റാണിത്. ഇത് ക്ലാസിഫൈ ചെയ്തത് ഡ്രഗ് എൻഡോഴ്സ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനും അതേപോലെ FDA കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ളത് ഷെഡ്യൂൾ 1 ഡ്രഗ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബാൻഡ് സബ്സ്റ്റൻസ് ആണ്. അതായത് അതിനൊരു മെഡിക്കൽ യൂസ് ഇല്ല, വിത്ത് ഹൈ പൊട്ടൻഷ്യൽ ഫോർ അബ്യൂസ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ പൊട്ടൻഷ്യൽ ഫോർ അബ്യൂസ് ആൻഡ് മിസ്യൂസ്. ഇതിൽ വരുന്നത് ഹെറോയിനും LSDയും മരിയോനയും MDMA ഒക്കെയാണ്. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ കംപ്ലീറ്റ് യൂസ് ബാൻ ചെയ്തിരിക്കുകയാണ്. അതേപോലെ അതിൻ്റെ വിതരണവും സെയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ മരിയോന പല കൺട്രീസിലും ലീഗലാണ് എന്നുള്ളത്. ഇത് അങ്ങനെ ഒരു ഫെഡറൽ ലോ അനുസരിച്ച് ഇത് ലീഗലാണ് പല കൺട്രീസിലും, ഒരു 24ഓളം കൺട്രീസിൽ ലീഗലാണ്. പക്ഷേ ഇത് ഇപ്പോഴും ആസ് പെർ FDA ഇത് ഷെഡ്യൂൾ 1 ഡ്രഗാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ബാൻഡാണ്. അതേപോലെ അടുത്തുള്ള ഷെഡ്യൂൾ 2 ഡ്രഗ്സ്. ഈ ഷെഡ്യൂൾ 2 ഡ്രഗ്സ് കുറച്ച് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഡ്രഗ്സാണിത്. പക്ഷേ ഇത് ഹൈ പൊട്ടൻഷ്യൽ ഫോർ അബ്യൂസ് ആണ്. ഇതിൽ വരുന്നതാണ് കൊക്കൈനും മോർഫിനും കൊഡീനും ഒക്കെ. അപ്പോൾ ഇതൊക്കെ പെയിൻ റിലീഫ് അനാൽജസിക് മെഡിസിൻസ് ആണ്. ഈ മെഡിസിൻസ് പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് നമുക്കിത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് ഷെഡ്യൂൾ 3 ഡ്രഗ്സ് ആണ്. ഷെഡ്യൂൾ 3 ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് പൊട്ടൻഷ്യൽ ഫോർ അബ്യൂസ് ആണ്. പക്ഷേ ഇത് ലെസ് ഡേഞ്ചറസ്. ഈ ഫസ്റ്റ് 2 ക്ലാസിഫിക്കേഷനെക്കാട്ടിലും ലെസ് ഡേഞ്ചറസ് ഡ്രഗ്സ് ആണ് ഷെഡ്യൂൾ 3 ഡ്രഗ്സ്. പിന്നെ ഷെഡ്യൂൾ 4 ആൻഡ് 5 ഡ്രഗ്സ് വളരെ ലോ പൊട്ടൻഷ്യൽ ഫോർ മിസ്യൂസ് ആണ്. പക്ഷേ എന്നാലും അത് ലോ പൊട്ടൻഷ്യൽ ഫോർ മിസ്യൂസ് എന്നേ ഉള്ളൂ, നോ പൊട്ടൻഷ്യൽ ഫോർ മിസ്യൂസ് അല്ല. അത് പിന്നെയും മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഈ ഷെഡ്യൂൾ 5 ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പ്രെഗാബാലിൻ എന്ന് പറയുന്ന ഡ്രഗ്. ഈ ഡ്രഗ് നമ്മൾ ന്യൂറോപ്പതിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. പക്ഷേ ഈ 2 ദിവസം മുമ്പ് കാസർഗോഡ് ഒരു ഫാർമസിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. ഈ ഒരു ഡ്രഗ് കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും എല്ലാം വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു യൂഫോറിക് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ ഇത് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പാടില്ലാത്ത ഈ ഒരു ഡ്രഗ്സ് ഒക്കെ ഈ ഷെഡ്യൂൾസിലുള്ള ഡ്രഗുകളൊക്കെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഡ്രഗ് ഓൺലി വിത്ത് പ്രിസ്ക്രിപ്ഷൻ മാത്രം സെയിൽ ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സുകളാണ്. എന്താണ് ഡ്രഗ് അഡിക്ഷൻ? പലതരത്തിലുള്ള അഡിക്ഷനുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എല്ലാ അഡിക്ഷൻ്റെയും ഒരു പാത്തോഫിസിയോളജി എന്ന് പറയുന്നത് ഒരേപോലെയാണ്. പക്ഷേ എന്ത് ആക്ടിവിറ്റിയാണ് നമുക്ക് ഒരു പ്ലെഷർ സീക്കിംഗ് ആയിട്ടുള്ളത്, അതിനനുസരിച്ചാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പാത്വേ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ എന്തൊക്കെ ഡ്രഗ്സ് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളാണ് ന്യൂറോൺസ്. അപ്പോൾ ഈ ന്യൂറോൺസ് ആണ് നമുക്ക് നമ്മുടെ ഇൻട്രാക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും ഇങ്ങനെ നമുക്കുള്ള അനുഭൂതികളും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ന്യൂറോൺസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻസ് വഴിയാണ്. അപ്പോൾ മെയിനായിട്ട് ഈ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇവയാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് 2 ന്യൂറോണുകൾക്ക് ഇടയിൽ ഉണ്ടാവുക. ഈ 2 ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണിക് സിഗ്നൽസ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ആവുക. പക്ഷേ 2 ന്യൂറോണുകൾക്കിടയിൽ ഒരു ഡയറക്റ്റ് പാത്വേ ഇല്ല. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അപ്പോൾ ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ
ബ്രെയിനിൽ റിലീസ് ചെയ്യുക. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ മൂഡ്, കോഗ്നിഷൻ, ഡിസയർ, പിന്നെ ലേണിംഗ്, മെമ്മറി, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒപ്പം ചായ കുടിക്കാൻ പോകുമ്പോഴോ, ഒരു കമ്മ്യൂണിക്കേഷൻസ്, എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുമ്പോഴോ, ഇങ്ങനെ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരിക്കുമ്പോഴോ, ഇങ്ങനെ ലവ്, ലസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് റിലീസ് ചെയ്യുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാച്ചുറൽ പാത്വേ, റിവാർഡ് പാത്വേക്കാണ്. അപ്പോൾ ഈ നാച്ചുറൽ റിവാർഡ് പാത്വേ എന്തിനാണ്? അപ്പം നമ്മുടെ ഒരു സർവൈവൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് സർവൈവലിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ഫുഡും സെക്സും. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എന്ത് കാര്യം നമ്മൾ ചെയ്താലും നമ്മുടെ ബ്രെയിൻ നമുക്കിത് പിന്നെയും വേണം, നമ്മളിത് പിന്നെയും ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേറ്റർ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ആ മോട്ടിവേറ്റിംഗ് സിസ്റ്റമാണ് നാച്ചുറൽ മോട്ടിവേഷൻ സിസ്റ്റം, നാച്ചുറൽ പാത്വേ എന്ന് പറയുന്നത്. ഈ പാത്വേനെയാണ് നമ്മൾ ഈ മിസ്യൂസ് ചെയ്യുന്ന ഏത് ഡ്രഗാണെങ്കിലും അഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ മിസ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻക്രീസ്ഡ് ലെവൽ ആണ് ഈ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സെറോട്ടോണിൻ, നെക്സ്റ്റ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്, ഈ സെറോട്ടോണിൻ എന്ന് പറയുന്നതും നമ്മുടെ മൂഡ്, കോഗ്നീഷൻ, അല്ലെങ്കിൽ റിവാർഡ്, ലേണിംഗ്, മെമ്മറി, സ്ലീപ്പ്, ഇത് എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യല്ല, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഈ ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ റിസപ്റ്റേഴ്സ്, രണ്ട് ന്യൂറോൺസുകൾക്ക് ഇടയിലുള്ള ഈ ഒരു ഇത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിലേക്ക് ഡോപ്പമൈനും ഒരു റിലീസ് ഉണ്ടാവും. ഈ റിലീസ് എത്ര നേരം അവിടെ ഉണ്ടാവുന്നു അത്രയും നേരം നമുക്ക് ആ ഒരു അനുഭൂതി ഉണ്ടാവും, നമുക്കൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സെറോട്ടോണിൻ ആണെങ്കിൽ നമുക്കൊരു സംതൃപ്തി അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് മിസ്യൂസ് ചെയ്യുന്ന ആ ഡ്രഗ്സ് എല്ലാം അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോപ്പമൈൻ എന്ന് പറയുന്നത്, ഡോപ്പമൈൻ നമുക്ക് ഈ ഒരു ഡിസയർ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വീണ്ടും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൽക്കഹോൾ എടുക്കുന്നു അല്ലെങ്കിൽ MDMA എടുക്കുന്നു, ഇത് നമ്മൾ എടുക്കുമ്പോൾ നമുക്കിത് വീണ്ടും വേണമെന്ന് തോന്നും അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ന്യൂറോൺസ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് വളരെ എനർജി വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ കുറേ നേരം ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ഡൗൺ റെഗുലേഷൻ നടക്കും നമ്മുടെ ബ്രെയിനിൽ ഒരു ഡൗൺ റെഗുലേഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ റീഅപ്ടേക്ക് സ്റ്റോപ്പ് ചെയ്യും. ഈ ഒരു റീഅപ്ടേക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്കിതിനോടൊരു നമ്മൾക്കൊരു ടോളറൻസ് ലെവൽ വരും. അത്രയും നമുക്ക് ഏത് പ്രക്രിയയാണോ നമുക്ക് ആ ഹാപ്പിനെസ് തന്നത്, ആ പ്രക്രിയ, ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, അത് പിന്നെയും ആ ലെവലിൽ എടുക്കുമ്പോൾ നമുക്ക് ഇതേ എഫക്റ്റ് കിട്ടണമെന്നില്ല. പിന്നെയും അതിൽ കൂടുതൽ എടുക്കുമ്പോൾ മാത്രമേ ഈ സെയിം ഫീലിംഗ് അല്ലെങ്കിൽ സെയിം എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെയും കൂടുതലായിട്ട് അത് എടുക്കാൻ തോന്നും. നമുക്കൊരു ഡിസയർ, വീണ്ടും വേണം, ഇത് കൊള്ളാം, വീണ്ടും എടുക്കാൻ നമ്മളെ ഫിസിക്കലി നമുക്കൊരു ഡിപ്പെൻഡൻസി വരും. അപ്പോഴാണ് നമുക്കിതൊരു അഡിക്ഷനായിട്ട് മാറുന്നത്. ഇതിൽ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്നതും ഒരു ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡ് സാധനമാണ്. ഇത് നമുക്കൊരു അലേർട്ട്നെസ്, നമുക്കൊരു എനർജി, ഇതൊക്കെ തരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഏതൊക്കെ ഡ്രഗ്സ് ആണ്, ഏതൊക്കെ സാധനമാണ് മെയിനായിട്ട് മിസ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ആൽക്കഹോളും ടൊബാക്കോയും. അപ്പോൾ ആൽക്കഹോൾ എല്ലാവർക്കും അറിയാം, ഇതൊരു ഡിപ്രസൻ്റ് ആണ്, സീനസ് ഡിപ്രസൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു റിലാക്സേഷൻ എഫക്റ്റാണ് ഇത് തരുന്നത്. അപ്പോൾ ആൽക്കഹേഷൻ നമുക്കറിയുന്ന പോലെ മൾട്ടിപ്പിൾ ഓർഗൻസിനെ ഒരു ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യും. അതേപോലെ കുറേ ക്യാൻസർ വരെ കുറേ കാലം നമ്മൾ യൂസ് ചെയ്താൽ ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ടൊബാക്കോയിലെ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. നിക്കോട്ടിനും വെരി ഹൈലി അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതും ഡോപ്പമൈൻ റിലീസാണ് ചെയ്യുന്നത്. ഈ ഡോപ്പമൈൻ റിലീസ് കാരണം നമുക്കിത് ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെയുള്ളത് MDMA എന്ന് പറയുമ്പോൾ
ഇത് 3,4 മെഥിലീൻ ഡയോക്സി മീത്താംഫിറ്റമൈൻ ആണ്. ഇതിൻ്റെ ഒരു അബ്രിവേഷനാണ് MDMA എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ്. 1912 ഇത് സിന്തസൈസ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫർദർ ക്ലിനിക്കൽ സ്റ്റഡിക്കോ ഒന്നും ഇതിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫർദർ സ്റ്റഡീസോ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു പോസ്റ്റ് സ്ട്രെസ് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റീഹാബിലേഷന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ് എന്നൊരു ഇതുണ്ട്. പക്ഷേ ഇതുവരെ അത് അപ്രൂവ് ആയിട്ടില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് അറിയപ്പെടുന്നത് എക്സ്റ്റാസി ഓർ മോളി എന്നുള്ള പേരിലൊക്കെയാണ്. 1980s ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതൊരു റീക്രിയേഷണൽ ഡ്രഗായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 1985 ആയപ്പോഴത്തേക്കൊക്കെ ഇത് ഷെഡ്യൂൾ 1 ഡ്രഗായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഇതിൻ്റെ ഉപയോഗം കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. പിന്നെ ഇത് MDMA എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്? ഇത് സെറോട്ടോണിൻ റിലീസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇതിൻ്റെ റിലീസിനെ ഭയങ്കരമായിട്ട് കൂട്ടും, ഇത് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇത് അതേപോലെ ഡൊപ്പമീനും നോറെഫ്രിൻ റിലീസും, ഇത് രണ്ടിൻ്റെയും റിലീസിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കൊണ്ട് ഉണ്ടാവുന്നത്, ഈ എഫക്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതൊരു ലവ് ആണെങ്കിലും അനുഭൂതിയാണെങ്കിലും കളേഴ്സ്, നമ്മളുടെ പെർസെപ്ഷൻ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റീഅപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ റിലീസായ ഡൊപ്പമിനും സെറോട്ടോണിനും ഇതൊക്കെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ കുറേ നേരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതൊരു ഭയങ്കര ഒരു ലിപ്പോഫിലിക്കായ ഒരു ഡ്രഗാണ് MDMA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ വളരെ ഈസി ആയിട്ട് ക്രോസ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇത് വളരെ വേഗം വൈഡ് സ്പ്രെഡ് ആവും നമ്മുടെ ബോഡിയിൽ മൊത്തം. അത് കഴിഞ്ഞിട്ട് ഈ റിലീസ് ചെയ്യുന്ന സാധനത്തിൻ്റെ റീഅപ്ടേക്കിനെ ഇത് ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു ആക്ഷൻ ഒരു 6 to 7 അല്ലെങ്കിൽ 7 to 8 hours വരെ ഈ ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഇത്രയും നേരം ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ എനർജിയും കുറേ നേരം ഡാൻസ് കളിക്കാനും ഒക്കെ ഉള്ള ഒരു ഫുൾ അലേർട്ടായിരിക്കും നമ്മൾ. അതുകൊണ്ടാണ് ഇതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു റേവ് ഡ്രഗായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു അമാനുഷികമായ കഴിവാണ് നമുക്ക് ഇത് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞ് ഈ ഒരു 5 to 6 hours കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ബ്രെയിൻ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോവുകയും അപ്പോൾ നമുക്ക് വീണ്ടും ഈ സാധനം വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ഈ ഡിപ്രസീവ് അവസ്ഥയിലേക്കും ഒരു കൂടുതൽ ആങ്സൈറ്റി ആയിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ടൈം എഫക്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ സെൻസറി പെർസെപ്ഷൻ, ഞാൻ പറയുന്ന പോലെ നമുക്ക് നിറയെ കാര്യങ്ങൾ, ഇപ്പോൾ കളേഴ്സൊക്കെ നമ്മൾ കാണുന്ന കളേഴ്സ് ആയിരിക്കില്ല ഒരു ഡ്രഗ് എടുത്ത ഒരാൾ കാണുന്ന കളേഴ്സ്. അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്ന രീതി, ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അതുപോലെ ഷാർപ്പ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, ഇതാണ് ഇതിൻ്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ വളരെ അധികം കൂടാനും അതുകൊണ്ട് മരണപ്പെടാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ലോങ് ടേം എഫക്ട്സ് ആണ്. ലോങ് ടേം എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ലാസ്റ്റിംഗ് നമുക്കൊരു കൺഫ്യൂഷനും ഡിപ്രഷനും അതിൽ പ്രോബ്ലംസ് വിത്ത് അറ്റൻഷൻ, ഞാൻ പറഞ്ഞ പോലെ ഈ മെയിനായിട്ട് ഈ ഡൊപ്പമിനും നോറെപ്പിനെഫ്രിനും സെറോട്ടോണിനും ഒക്കെയാണ് നമ്മുടെ ഈ വക കാര്യങ്ങൾ, മൂഡും കോൺഷ്യസ്നെസ്സും കോഗ്നിറ്റീവ് എഫക്ട്സും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് ഈ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ലോങ് ടൈം ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വരാൻ ചാൻസ്. സെറോട്ടോണിൻ ഇല്ലാത്തതുകൊണ്ട് ഇത് സെറോട്ടോണിൻ ലെവലിലൊക്കെ കുറയ്ക്കും നമ്മൾ. ഇത് ഒരു കുറേ കാലം ഈ MDMAക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ വീണ്ടും റിലീസ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു റീഅപ്ടേക്ക്, ഇതിൻ്റെ ഒരു ഡിപ്ലീഷൻ ഉണ്ടാവും, സെറോട്ടോണിൻ ഡിപ്ലീഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു സെറോട്ടോണിൻ ഡിപ്ലീഷൻ കാരണമാണ് നമുക്ക് ഈ ഡിപ്രഷനും വിഷാദരോഗവും ആങ്സൈറ്റി ഇതൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ലോങ് ടേം എഫക്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു ഇത് ഒരു സ്റ്റിമുലൻ്റ് ആണ്, നമ്മുടെ ബ്രെയിനിനെ വല്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് കോമ്പിനേഷൻ വിത്ത് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ഡിപ്രസീവ് സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒരു ഡെഡ്ലി കോമ്പിനേഷൻ എന്ന് പറയും, ആൽക്കഹോളും MDMA ഡിഗ്രീസ്, ഈ ഒരു ആൽക്കഹോളിൻ്റെ എഫക്ട്സിനെയൊക്കെ ഡിഗ്രീസ് ചെയ്യും. പക്ഷേ MDMAൻ്റെ ബ്ലഡിലുള്ള ലെവലിനെ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓവർഡോസ് ആവാനും അത് കാരണം മരണപ്പെടാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് കന്നാബേസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു ഡ്രൈഡ് ലീവ്സും ഫ്ലവേഴ്സും സീഡ്സും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലെ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് delta-9
ടെട്രാഹൈഡ്രോ കനാബിനോൾ ആണ്. അപ്പോൾ ഈ സാധനമാണ് മനുഷ്യൻ്റെ മൂഡിനെയും തോട്ട്സിനെയും പെർസെപ്ഷനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനും അതേ ഷോർട്ട് ടൈം എഫക്ട്സ് ഒക്കെയാണ് ഉള്ളത്. സെൻസറി പെർസെപ്ഷനും യൂഫോറിയയും ഡ്രൗസിനെസ്സും റിലാക്സേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ലേണിങ്ങിനെയും മെമ്മറിനെയൊക്കെ ഇത് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ലോങ് ടേം എഫക്ട്സിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസും പിന്നെ കഫും ഫ്രീക്വൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഹെറോയിൻ ആണ്. ഹെറോയിൻ ഒരു വൈറ്റ് ഒരു ബ്രൗണിഷ് പൗഡറാണ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്റ്റിക്കി സബ്സ്റ്റൻസ് ആണ്. ഇത് ബ്ലാക്ക് ടാർ ഹെറോയിൻ എന്നും അറിയപ്പെടും. അപ്പോൾ ഇതും ഒരു ഹൈലി അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പിയോയിഡാണ്. നമ്മുടെ ബ്രെയിൻ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്തിട്ട് നമുക്കൊരു യൂഫോറിയ ഫീലിങ്ങും ഇങ്ങനെയുള്ള മൂഡും നമ്മുടെ പെർസെപ്ഷനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതും ഫെൻറ്റനൽ എന്ന് പറയുന്ന ഒരു ഒപ്പിയോയിഡ് ഡ്രഗാണ്. ഇത് രണ്ടും കൂടെ ഒരു ലീത്തൽ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് ടൈം എഫക്റ്റ് എന്ന് പറയുന്നത് യൂഫോറിയം, ഡ്രൈ മൗത്തും ഒക്കെയാണ്. ഇതും ഇൻ കോമ്പിനേഷൻ വിത്ത് ആൽക്കഹോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് വിത്ഡ്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗം നിർത്തുമ്പോൾ ഇതിനൊരു റെസ്റ്റ്ലെസ്നെസ്, ഇതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് ആയിട്ട് വരും. മസിൽ പെയിനും ബോൺ പെയിനും ഉറക്കമില്ലായ്മയും ഒക്കെ ഇതിൻ്റെ ഒരു വിത്ഡ്രോവൽ സിംറ്റംസ് ആയിട്ട് കൂടുതൽ കാണാറുണ്ട്. പിന്നുള്ളത് കൊക്കെയിൻ അല്ലെങ്കിൽ ക്രാക്ക്. ഇതും ഒരു പവർഫുള്ളി അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റിമുലൻ്റ് ആണ്. ഇതും കൊക്ക പ്ലാന്റിൻ്റെ ലീവ്സിൽ നിന്ന്, ഇതാണ് ഞാൻ ആദ്യം കൊക്കക്കോളയിൽ ഉണ്ടായ സാധനം. അപ്പോൾ ഇത് ഒരു വൈറ്റ് പൗഡർ, ഒരു വൈറ്റിഷ് റോക്ക് ക്രിസ്റ്റലാണ്. ഇത് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഒരു ക്രാക്ലിംഗ് സൗണ്ട് വരും, അതുകൊണ്ടാണ് ഇത് ക്രാക്ക് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇതും നമ്മുടെ ഒരു റിവാർഡ് സിസ്റ്റം, ഞാൻ പറഞ്ഞ പോലെ ആ റിവാർഡ് സിസ്റ്റത്തിലാണ് ഈ പറയുന്ന എല്ലാ ഡ്രഗ്സും ആക്ട് ചെയ്യുന്നത്. പിന്നെ ഒപ്പിയോയിഡ്സിൽ ഈ ഒപ്പിയം പ്ലാന്റിൽ നിന്ന് സിന്തസൈസ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഒപ്പിയോയിഡ്സും മോർഫിനും ഒക്കെ. അപ്പോൾ ഈ സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ World War II ടൈമിൽ വളരെയായിട്ട് കൂടുതൽ പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത സാധനം പിന്നീട് മിസ്യൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും അഡിക്റ്റീവായ ഒരു സാധനമാണ് ഈ ഒപ്പിയോയിഡ്സും മോർഫിനും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടൈമായിട്ട് ഇത് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിനൊരു ഡ്രൗസിനെസ്സും നോസിയും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഒരു ഇൻക്രീസ്ഡ് റിസ്ക്, പറഞ്ഞ പോലെ നമ്മളിത് കൂടുതൽ പെയിൻ റിലീഫിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഒരു റിസ്ക്, മിസ്യൂസ് ചെയ്യാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അത് ഏറ്റവും കൂടുതൽ ഓൾഡർ അഡൾട്ട്സിൽ ആണ് ഈ ഒരു മിസ്യൂസ് കൂടുതൽ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള വിത്ഡ്രോവൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിപ്രഷനും ആങ്സൈറ്റിയും ഫാറ്റീഗ് ഒക്കെയാണ്. നമുക്കൊരു ക്ഷീണം ഉണ്ടാവുക, വിഷാദരോഗം, നമ്മൾ ആങ്ഷ്യസ് ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാ സാധനങ്ങളുടെയും ഒരു വിത്ഡ്രോവൽ സിംറ്റമായിട്ട് വരുന്നത്. പിന്നെ നോസിയ, വോമിറ്റിംഗ്, ട്രെമേഴ്സ്, ഇതും ഇതിൻ്റെ ഈ മരുന്നുകളുടെ എല്ലാം ഒരു കോമൺ ഫാക്ടറാണ്. പിന്നെ ഓരോ മിസ്യൂസ് ചെയ്യുന്ന ഡ്രഗിനും അതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇതൊരു റിലാക്സിങ് ഡ്രഗ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു പിന്നെയും നമുക്കൊരു ഇൻറ്റൻസ് ക്രാവിങ് ഉണ്ടാവും. പിന്നെയും ഇത് കഴിക്കാൻ തോന്നും. പിന്നെയും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് വീണ്ടും വേണമെന്ന് തോന്നുന്ന ഒരു സാധനങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിലാപ്സ് റിസ്ക്കും ഇൻറ്റൻസ് ക്രാവിങ്സും ഒക്കെയാണ് ഇതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്. പിന്നെ റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി മെഡിക്കേഷൻസ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അഡിക്ഷനുള്ള മെഡിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഒപ്പിയോയിഡ്സിനൊക്കെ നമുക്ക് മരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അഡിക്ഷന് ഈ മെത്തഡോണിനും ബിപ്രനോഫ്രിൻ എന്നും പറഞ്ഞ ഡ്രഗ്സൊക്കെ FDA അപ്രൂവ്ഡ് ഡ്രഗ്സ് ആണ്. പക്ഷേ ഈ MDMA, കനാബിസ്, കൊക്കൈൻ, LSD ഇതിനൊന്നും ഒരു അപ്രൂവ്ഡ് മെഡിസിൻസ് ഇല്ല. അതിൻ്റെ ഒന്നും അഡിക്ഷനായിട്ട് ഒരു അപ്രൂവ്ഡ് മെഡിക്കൽ സാധനങ്ങളില്ല. അതേപോലെ തന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് അതൊരു മെഡിസിനൽ പ്രോപ്പർട്ടിക്ക് അതിൻ്റെ എല്ലാ സ്റ്റഡീസും കഴിഞ്ഞിട്ട് വരുന്ന നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന സാധനങ്ങളാണ്. അതിൻ്റെ A to Z കാര്യങ്ങൾ അനാലൈസ് ചെയ്തിട്ടാണ് കയ്യിലേക്ക് വരുന്നത്. പക്ഷേ ഇതൊക്കെ ഇല്ലീഗൽ ഡ്രഗ്സ് ആണ്. ഇതിനൊന്നും ഒരു മെഡിസിനൽ യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു അനാലിസിസും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെയുള്ളത് ബിഹേവിയറൽ തെറാപ്പീസ് ആണ്. അപ്പോൾ ബിഹേവിയറൽ തെറാപ്പീസ് ആണ് കോമൺ ആയിട്ട് എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുക. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും ഡീടോക്സിഫിക്കേഷൻ, മെഡിക്കേഷൻ അസിസ്റ്റഡ് തെറാപ്പിയൊക്കെ. മെഡിക്കേഷൻ അസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ വക മെഡിസിൻസ് ആണ്, പക്ഷേ ഇത് എല്ലാത്തിനും ഇല്ല. ഈ ഒരു ബിഹേവിയറൽ തെറാപ്പീസും ഈ MDMAയും ഹലൂസിനോജൻസിലും ഇതിനൊന്നും കാര്യമായിട്ടുള്ള ഡാറ്റ ഇതുവരെ അവൈലബിൾ അല്ല. ഇതിൻ്റെയൊക്കെ ഇത്രയും ദോഷമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇനി നിങ്ങൾക്കിത് ട്രൈ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ
വേറൊന്നും പറയാനില്ല. നമ്മുടെ മാത്രം ഒരാളുടെ മാത്രം നാശത്തിലേക്കുള്ള വഴിയല്ല, ഒരു സമൂഹത്തിൻ്റെ തന്നെ മൊത്തം നാശത്തിലേക്കുള്ള വഴിയായിരിക്കും അത്. നമുക്ക് ഈ ഒരു ഡ്രഗ് അബ്യൂസ് ഇത് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ഹെൽത്തിനെയും, അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഓർഗൻ ഡാമേജും ഹെൽത്ത് ഡിസോർഡേഴ്സും പിന്നെ റിസ്ക് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസും ഒക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് നമ്മളിതൊരു ലോങ് ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ ഹെൽത്തും പിന്നെ സൊസൈറ്റിയിലെ ഇമ്പാക്റ്റ്, ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ കേസുകൾ എന്നും നമ്മൾ കാണുന്നതാണ്. അതേപോലെ അല്ലെ സ്വന്തം അമ്മേനെയും ഒക്കെ സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊല്ലുന്നു. അതേപോലെ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് നമ്മൾ ഇവിടുത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്രൈം റേറ്റ്സ് ഒക്കെ വളരെ കൂടും. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞല്ലോ, ഒരു റിവാർഡ് നമുക്ക് വേണം, പിന്നെയും വേണമെന്ന് തോന്നുന്നുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാവും ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ക്രൈം റേറ്റ്സ് ഒക്കെ വളരെ കൂടുന്നത്. അതുപോലെ ഇതിന് നല്ല കാശ് നമ്മൾ ഇറക്കണം. അപ്പോൾ ഈ കാശ് എപ്പോഴും പലപ്പോഴും ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ക്രൈംസും മോഷണവും ഒക്കെ ചെയ്യുന്നു. പിന്നെ നമുക്ക് എക്കണോമിക് ബർഡൻസ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് പോലീസുകാർക്കാണല്ലേ. അവർക്ക് കൂടുതൽ പണി ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ക്രൈം റേറ്റ്സ് കൂടുന്നതുകൊണ്ട് അവർ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അതിന് പല കാര്യങ്ങളും ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്കൊരു സൊസൈറ്റിയിൽ നമുക്ക് എക്കണോമിക് ബർഡൻസ് വരും. അതുപോലെ എല്ലാവരും ഹോസ്പിറ്റലൈസ്ഡ് ആവും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു എക്കണോമിക് ബർഡൻ ഒരു സൊസൈറ്റിയിൽ വരാനുള്ള കാരണമാവും. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു എഫക്റ്റീവ് പ്രിവെൻഷൻ, ഫസ്റ്റ് ഈ ഡ്രഗ്സും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിന് എല്ലാവരും, നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ എല്ലാവരും തുനിഞ്ഞ് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്രഗിൻ്റെ മിസ്യൂസിനെ തടയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പണ്ട് ലാലേട്ടൻ പറഞ്ഞതാണ്, വേറൊന്നും പറയാനില്ല. താങ്ക് യു.